നമസ്കാരം കൂട്ടുകാരെ. രാവിലെ എണീറ്റ് ചായ കുടിക്കാൻ നേരം ഷെഫ് പിള്ളയുടെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് കണ്ട് കിളി പോയെന്നേ. കരിമീനും ചെമ്മീനും കക്കർച്ചിയും എൻ്റെ പൊന്നോ, വായിൽ വെള്ളം വന്നിരിക്കുമ്പോഴാണ് ഒരു വിളി, ഞണ്ട് വേണോ ഞണ്ട് വേണോ എന്ന്. ഒന്നും നോക്കി ലെസ്സെന്ന് പറഞ്ഞു. പിന്നല്ലേ മനസ്സിലായത്, നല്ല പെടക്കണ ഞണ്ട്. നന്നാക്കാനും തിന്നാനും അല്ലാതെ ഇതിനെ കൊല്ലാൻ എനിക്കറിയില്ല. പിന്നെ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഞാൻ അതിനെ പിടിച്ചെടുത്ത്. കണ്ട ഓടിപ്പോവാണേ. ക്യാമറമാൻ ഫോൺ ഇട്ടുകൊണ്ട് ഓടിയതുകൊണ്ടാട്ടോ നമ്മുടെ വീഡിയോ ഇതേപോലെ ആയിപ്പോയത്. ഒരു തരത്തിൽ ഓടിപ്പോയ ഞണ്ടുകളൊക്കെ പിള്ളേർ ഓടി നടന്ന് പിടിച്ച് ചട്ടിയിൽ ഇട്ട് തന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അതിനെ കഷ്ടപ്പെട്ട് നന്നാക്കി എടുത്തു. അതിൻ്റെ 2 കാലും ഒടിച്ച് കളഞ്ഞാൽ ചത്തു പോകുന്നു എല്ലാവരും പറഞ്ഞു. പക്ഷേ 2 കാലും ഒടിച്ചിട്ടും ആൾ ഓടി നടക്കുക. ഒരു തരത്തിൽ അതിനെ കഴുകി ഞാൻ വൃത്തിയാക്കി എടുത്തു. ഇനി വെളുപ്പാണി എളുപ്പമാണ് നമുക്ക്. കണ്ടോ, ഇപ്പം നല്ല സുന്ദരക്കുട്ടപ്പന്മാരായില്ലേ. നല്ല അടിപൊളി കളർ വെച്ച് നല്ല തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞണ്ടിനെ ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ്. നല്ല അടിപൊളിയായിട്ട് എരിഞ്ഞ സവോള, നൈസായിട്ട് എരിഞ്ഞ സവോള, കുഞ്ഞുള്ളി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, തക്കാളി, ഇത്രയും നമ്മൾ നല്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ മുരിച്ചെടുക്കേണ്ടത്. വെളിച്ചെണ്ണയിലേക്ക് ആയതിന് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം. അതിൻ്റെ എസൻസൊക്കെ വെളിച്ചെണ്ണയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ചതച്ച് കുഞ്ഞുള്ളിയും സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായി വഴഞ്ഞു വരുമ്പോഴേക്ക് നമുക്ക് അതിനകത്തേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നമ്മൾ വെളിച്ചെണ്ണ മൂത്ത് വന്നേക്കണയിലേക്ക് നല്ല ചേർത്ത് കൊടുക്കാം. എന്നാൽ ആ മല്ലിപ്പൊടിയുടെ പച്ചമണം മാറി കിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്തത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാല ചേർത്തു. പിന്നെ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സായി എല്ലാവരും കൂടി നല്ല ജോയിൻ്റായി വന്ന് നല്ല പച്ചമുളകൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അതിനെ തിളപ്പിച്ച് ആ തക്കാളിയും മസാലയും കൂടി നല്ല മിക്സായിട്ട് വരണം കേട്ടോ. നല്ല മിക്സായിട്ട് വരുന്ന സമയത്ത് ഞാനൊരു ചെറിയൊരു കുടപ്പുളിയുടെ കഷ്ണം കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളിക്ക് വേണ്ടിയിട്ട് ചെറിയ പീസസ് ചേർത്ത് കൊടുത്തേക്കണേ. ഇതെല്ലാവരും കൂടി നന്നായിട്ട് തീ കുറച്ച് വെച്ച് മിക്സായിട്ട് വരണം കേട്ടോ. തവിയുടെ ബാക്ക് കൊണ്ട് നമ്മൾ അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് അലിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ഞണ്ടിനെ ചേർത്ത് കൊടുക്കുക, മൂടി വെക്കുക. അതിൽ നിന്ന് തന്നെ ചെറുതായിട്ട് വെള്ളം വരും കണ്ടോ. അതിൽ വെള്ളം തന്നെ വന്നിട്ട് അത് നന്നായിട്ട് അതിനകത്ത് മിക്സായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒരല്പം ചൂടുവെള്ളം, പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ചെറിയ ചൂടുവെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം ചെറിയ ചൂടോടുകൂടി അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെന്ത് വരും. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഈ ടൈമിൽ നല്ല ഞണ്ട് കിട്ടുന്ന സമയമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ റെസിപ്പിയാണ്. താങ്ക് യു.